MLA കഴിവ് കെട്ടവനെങ്കിൽ ആ നാട്ടിൽ പിന്നെന്ത് വികസനം? അതേസമയം തിരഞ്ഞെടുക്കപ്പെടുന്ന MLA കഴിവുള്ളവനാണെങ്കിൽ വികസനം എപ്പോൾ എത്തിയെന്ന് നോക്കിയാൽ മതി. മുഖ്യമായും ഒരു നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അപ്പോഴേ പ്രധാനമായും പറയുന്നത് ആ പ്രദേശത്തെ റോഡുകളുടെ വികസനമാണ്. റോഡ് സഞ്ചാരയോഗ്യമായാൽ ഒരു പരിധിവരെ ആ നാട്ടിലെ ജനങ്ങൾ സംതൃപ്തരായിരിക്കും. കഴിഞ്ഞ 4 വർഷത്തിനിടെ മൂവാറ്റുപുഴ മുതൽ തിരുവല്ല വരെയുള്ള നിയോജക മണ്ഡലങ്ങളിലെ റോഡുകളുടെയും മറ്റ് വികസന പ്രവർത്തനങ്ങളെയും വിലയിരുത്തിയാൽ അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയും മൂവാറ്റുപുഴയും കാഞ്ഞിരപ്പള്ളിയുമാണ്. വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പുറകിൽ നിന്നും 1-ാം സ്ഥാനം പാലായ്ക്കും 2-3 സ്ഥാനങ്ങൾ യഥാക്രമം കടുത്തുരുത്തിക്കും പുതുപ്പള്ളിക്കുമാണ്. അതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന മുരടിപ്പുണ്ടായ നിയോജക മണ്ഡലം പാലായാണ് എന്നത് അടിവരയിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. കാപ്പൻ 2019 പാലാ MLA ആയതിനു ശേഷം പാലായിൽ ഒരു പുതിയ റോഡ് കൊണ്ടുവരാനോ ഉള്ള റോഡുകൾ നല്ല രീതിയിൽ പരിപാലിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 2-ാം തീയതി ബുധനാഴ്ചത്തെ ദീപിക ദിനപത്രത്തിൽ വന്ന വാർത്ത. ദീപികയിൽ വന്ന വാർത്തയുടെ പൂർണ്ണ രൂപം ഇപ്രകാരമാണ്: പാലായുടെ സ്വപ്ന പദ്ധതി ഇഴയുന്നു. പാലായുടെ സ്വപ്ന പദ്ധതിയായ റിവർ വ്യൂ റോഡ് കൊട്ടാരമറ്റം വരെ നീട്ടുന്ന പദ്ധതി 2 വർഷമായി മുടങ്ങിക്കിടക്കുന്നു. മീനച്ചിലാറിന്റെ തീരത്ത് തൂണുകളിൽ പാലം തീർത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡായി മാറാൻ ഇനിയും കാത്തിരിക്കണം. പാലാ ടൗണിൽ മീനച്ചിലാറിന്റെ തീരം വഴി 1 കിലോമീറ്ററിലധികം നീളത്തിൽ പൂർണ്ണമായും പാലമായാണ് റോഡ് തീർക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതിൽ റവന്യൂ വകുപ്പിനും പൊതുമരാമത്ത് വകുപ്പിനും ഉണ്ടായ വീഴ്ചയാണ് നിർമ്മാണം മുടങ്ങുന്നതിന് കാരണമായത്. 2019 പണി തുടങ്ങിയിട്ടും ഇതുവരെ റോഡായി മാറാൻ കാത്തിരിപ്പ് തുടരേണ്ട സ്ഥിതിയാണുള്ളത്. നദീതീരത്തുകൂടി തൂണുകൾ തീർത്ത് 90% പണികൾ പൂർത്തിയായിരിക്കുമ്പോഴാണ് നിർമ്മാണം മുടങ്ങിയത്. ഇങ്ങനെ പോകുന്നു ദീപികയിലെ വാർത്ത. അതായത് KM മാണി കൊണ്ടുവന്ന് 2019 തുടങ്ങിയ പണിയാണ് ഇത്രയും കാലമായിട്ടും എങ്ങും എത്താതെ കിടക്കുന്നത്. ഇതിനെ ഒരു MLA കഴിവുകേട് എന്നല്ലാതെ പിന്നെന്താണ് വിളിക്കേണ്ടത്? പുതിയതായി എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരാനോ കഴിവില്ല, എന്നാൽ പിന്നെ മറ്റൊരാൾ കൊണ്ടുവന്ന പദ്ധതി ഒന്ന് പൂർത്തീകരിക്കാനുള്ള കഴിവെങ്കിലും വേണ്ടേ? ഇത് അതുമില്ല. അതുപോലെയുള്ള മണ്ഡലങ്ങളിൽ ഓരോ MLA പുതിയത് കൊണ്ടുവരികയും പഴയ MLA കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. കാപ്പന്റെ സ്ഥിരം പല്ലവി മറ്റുള്ളവർ പാലായുടെ വികസനം മുടക്കുന്നു എന്നത് മാത്രമാണ്. എന്നാൽ MP ആരുടെയെങ്കിലും ശ്രമഫലമായി എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടന്നാൽ അതിന് ഉത്തരവാദി താനാണെന്ന് പറഞ്ഞ് പത്രപ്രസ്താവന നടത്താനും ഫ്ലക്സ് അടിക്കാനും ഇദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല താനും. അല്ല, കാപ്പനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വലവൂരിൽ ജോസ് കെ മാണി MPയുടെ ശ്രമഫലമായി IT വന്നപ്പോൾ അത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതിന് സമമാണ് എന്ന് പറഞ്ഞ ആളാണ് കാപ്പൻ. ആ മാന്യദേഹത്തിൽ നിന്ന് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ട്? കാപ്പൻ പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ശരിയായിരിക്കുകയാണെന്ന് പറയാം. പട്ടിക്ക് കിട്ടിയ മുഴുവൻ തേങ്ങ പോലെയാണിപ്പോൾ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം എന്നാണിപ്പോൾ നിഷ്പക്ഷരായ നാട്ടുകാർ പറയുന്നത്.